അപ്പൊ ഇന്നൊരു പ്രത്യേക വീഡിയോ ആട്ടോ. സെമി ടസറാട്ടോ. നല്ല കളർ കോമ്പിനേഷൻ. ഇത് കണ്ടപ്പോ തന്നെ ഞാനിത് അമ്മയ്ക്ക് ചേരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ എടുത്താ. എനിക്ക് സെലക്ഷനേ ആവശ്യം വന്നില്ല. അമ്മ എങ്ങനെ ഈ സാരിയൊക്കെ സൂക്ഷിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. സാരി ചോദിച്ചവർക്ക് വേണ്ടിയും പിന്നെ ചോദിക്കാത്തവർക്ക് വേണ്ടിയും എല്ലാമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത് കേട്ടോ. അത് പലർക്കും കാണുമ്പോൾ ചിലപ്പോൾ അരോചകമായിട്ടൊക്കെ തോന്നുമായിരിക്കും. ഇല്ല, ഓരോ വ്യക്തികൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം ഇന്നൊരു പ്രത്യേക വീഡിയോ ആട്ടോ. അതായത് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ ഒരു സാരി ഉടുത്തായിരുന്നല്ലോ. അല്ല, അത് സാരി ഉടുക്കാതെ വരാൻ പറ്റൂല്ലോ, അല്ലെങ്കിൽ ഹൗസ് കോട്ടല്ലേ സാധാരണ ഇട്ട് വരാറ്. അപ്പം സാരി ഉടുത്തപ്പോൾ അതിൻ്റെ ബ്ലൗസ് കണ്ടു കഴിഞ്ഞപ്പോൾ സാരിയും ബ്ലൗസും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. ബ്ലൗസ് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, മെറ്റീരിയലിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു ഒന്ന് മറുപടി തരാമെന്ന് കരുതി സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് വെച്ചേക്കണതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടുത്ത സാരി ഈ സാരിയുടെ ബ്ലൗസ് അല്ല. ഇതാ അല്ല, ഇത് ദേ ഈ സാരിയുടെ ബ്ലൗസാണ്. ഇത് ദേ ദേ ഈ സാരി നിങ്ങൾ ഉടുത്ത് കണ്ടിട്ടുണ്ട്. ഇത് സെമി ടസറാ. സെമി ടസറാ പറയാതെ ദേ ഇതിന്റെ തുമ്പാണ്. ഇത് ദേ തുമ്പ്, ദേ തുമ്പ് അതനുസരിച്ചിട്ടുള്ള ബ്ലൗസാണിത്. ഈ സാരി എൻ്റെ സിസ്റ്ററിൻ്റെ ഷോപ്പ്, അതായത് സൃഷ്ടി ഡിസൈൻ, എൻ്റെ കൊച്ചപ്പൻ്റെ മോളുടെ ഷോപ്പ് പിറവത്തുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് 1-2 പ്രാവശ്യം. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു സാരി ഞാൻ അവിടെ നിന്ന് എടുത്താണ്. അവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്ന സാരി തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു, ആ കളർ തന്നെ. അപ്പം അതിൻ്റെ ബോഡി കളർ ഇത് ഉടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് എത്ര കൊല്ലമായി ഇപ്പം അത് ഷോപ്പ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ എടുത്ത സാരി ഇത്. അപ്പം ദേ ബോഡി ഈ കളറും മുന്താണി ഈ കളറും ആട്ടോ. അതെ ദേ ഇപ്പം മുന്താണിയുടെ ബ്ലൗസാണ്, വിത്ത് ബ്ലൗസാണ്. അപ്പം ഈ മെറ്റീരിയലിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പം വിത്ത് ബ്ലൗസിൻ്റെ ഇതാണ്. അപ്പം ഞാൻ സാരിയുടെ വില എത്രയായിരുന്നു അതൊന്നും ഞാൻ മറന്നുപോയി. അതൊക്കെ മറന്നുപോയി. വർഷങ്ങൾ 1500 1600 അങ്ങനെ റേഞ്ചാന്ന് എനിക്ക് തോന്നുന്നത്. സെമി ടസറാട്ടോ. നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് ചാടിയെടുത്തതാ. അപ്പം ഞാൻ പറയാൻ വന്നേ 4 വർഷത്തിലേറെയായി ഇത്. എന്തായാലും ഞാനത് ഓർത്തന്നെന്നറിയാമോ, 4 വർഷത്തിലേറെയായിരുന്നു. കുഞ്ചാച്ചൻ്റെയും കുഞ്ഞമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇതാ ഉടുത്തോണ്ട് പോയത്. അപ്പം അതിപ്പോൾ 54th അവരുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഏതായാലും 4 വർഷത്തിന് മേലായി. അപ്പം അവളുടെ കടയിൽ നിന്ന് എടുത്ത സാരിയാണ്, അതിൻ്റെ ബ്ലൗസാണിത്. അപ്പം ഈ സാരി ഇവളെ ലുലു സെലിബ്രേറ്റ് ആണോ? ലുലു സെലിബ്രേറ്റ് ലിനൻ കോട്ടൺ. എനിക്ക് പേരറിയാം, എനിക്കറിയാം. നീ ഇങ്ങനെ സാരി മേടിച്ചോണ്ട് വന്നതല്ല. അപ്പം അതിൽ ഇച്ചിരി ചെളിയൊക്കെ ആയിട്ടോ. ഇനി ഫോളിൻ്റെ വശം കഴുകാനുണ്ട്. ഇതേ ചൗണ്ടിങ്ങിനൊക്കെ ഉടുത്തി മഴ സമയത്തൊക്കെ പുറത്തുടുത്ത് കഴിയുമ്പോൾ അതിൽ ചെളിയാവും. അപ്പം ഞാൻ അടിഭാഗം കഴുകി വെയിൽ കൊണ്ട് ഉണക്കും, എന്നിട്ട് നീറ്റായിട്ട് മടക്കി ഇതാക്കി വെക്കും. അപ്പോൾ അത് ഇപ്പം അടുപ്പിച്ച് കുറച്ച് പ്രാവശ്യം ഉടുത്തായിരുന്നത് കഴുകി വെക്കണം. കൈ ശരിയായിട്ട് വേണം. ഇത് മടക്കിയേക്കണം ശരിയല്ലല്ലോ, ശരിക്കും മടക്കി വെക്കണം. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇതാണ്. ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തത്. ഇതിനെന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ ഇല്ലേ, ലൈനിങ് മെറ്റീരിയൽ ഇച്ചിരി കളർ ചേഞ്ച് ഉണ്ട്. അപ്പം ഇത് ശരിക്കും തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ ഇടണതിന് കുഴപ്പമൊന്നുമില്ല. അതെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഈ വിത്ത് ബ്ലൗസായിട്ട് ഇത് ഇട്ടോളൂ. ഇതിൻ്റെ അറ്റത്തുനിന്ന് മുറിച്ചെടുത്തതാണ് നമ്മൾ ഈ മെറ്റീരിയൽ. അപ്പം എനിക്ക് ഇത് അത്ര കളർ ഒരു ശരിയായില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വേറെ ഒരു സാധാരണ 2x2 തുണി എടുത്തത് കഴിയതാട്ടോ. അതുകൊണ്ടാണ് ചുളുങ്ങിയിരിക്കുന്നത്, തേച്ചിട്ടില്ല. അത് പല ബ്ലൗസ് സാരിക്കും ഞാൻ ഉടുക്കാറുണ്ട്. അപ്പോൾ ഒരു 2x2 ബ്ലൗസ് തുണിയും കൂടെ എടുത്തത് ഏതാണ്ട് എക്സാക്റ്റ് ഏതാണ്ട് ഒരു കളറാണ്. പക്ഷെ ഇതാ ചേരണത്. അതല്ല, അതും ചേരും, ഇതും ചേരും, ഇത് ചേരും. പിന്നെ അതുപോലെ തന്നെ അതും ചേരും. ഇത് പിന്നെ വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് ചേരൂല്ലോ. ഈ 2x2 അത്ര ചേർച്ചയുള്ളതായിട്ട് എനിക്ക് 2x2 എനിക്ക് അതിന് മാത്രമല്ല, എനിക്ക് ആ കാന്താവർക്കിനാണ് ഞാൻ 2x2 എടുത്തത്. കാന്താവർക്ക് നമ്മൾ എക്സിബിഷന് മേടിച്ചില്ലേ, ആ ക്രീമില് പിങ്ക് കാന്താവർക്കുള്ള, അതിന് ബ്ലൗസ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയാണ് അത് എടുത്തത്. അത് ഉടുത്തപ്പോഴും ഞാൻ ബ്ലൂ ഡിസൈൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടേന്ന് തോന്നണം. അപ്പം അതിന് വേണ്ടിയാണ് ആ സാരിയും കൊണ്ട് പോയി എടുത്തത്. അപ്പം ഞാൻ ഓർത്ത് ഇത് പക്ഷേ ഇതിനത്ര കറക്റ്റ് കളറല്ല. ഇനിയിപ്പോൾ ഈ ബ്ലൗസ് ഇട്ടൊന്ന് ഉടുക്കാം. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ലൈനിങ്ങിന് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിപ്പോയി. അത് കാരണം ഇച്ചിരി ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല. വൈറ്റ് ഒക്കെ ഇതിൽ വന്നത് കൊണ്ട്, തുമ്പ് ഇതിൻ്റെ വൈറ്റ് ആണല്ലോ. ഇതിന് മുറിച്ചെടുത്തതാ. അതെ, ഇതിന് മുറിച്ചെടുത്തത്. അപ്പം അങ്ങനെയാണ്. ഇത് എത്രയായിരുന്നു ഇതിന്റെ റേറ്റ്? സത്യം പറഞ്ഞാൽ മറന്നുപോയി. എന്തായാലും 3000 താഴെ അല്ലേ? 2-2.5 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഇത് അമ്മയ്ക്ക് ചേരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ എടുത്താ. എനിക്ക് സെലക്ഷനേ ആവശ്യം വന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്കത് തോന്നി. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പിങ്കും ഇഷ്ടമാണല്ലോ. പിങ്ക് ഒരുപാട് ഉണ്ടെങ്കിൽ കൂടിയും
ഇത് കണ്ടപ്പോ ഞാൻ അപ്പോഴേ എടുത്തു. ഇത് നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇതിന് ഏത് ബ്ലൗസ് ഇടുന്നതാണ് താല്പര്യം എന്ന് നിങ്ങൾ അറിയിക്കുക. അതനുസരിച്ച് ഞാൻ ഈ ബ്ലൗസ് ആണെങ്കിൽ ഇതിട്ട് നിങ്ങൾ കണ്ടു, ഇതാണെങ്കിൽ ഇതിട്ട് ഞാൻ ഇനി എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഉടുക്കാം. അന്നേരം നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ ഇത് വേറൊരു കാന്താവർക്കിന് എടുത്തതാണ്. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൽ തന്നെ ബിൽറ്റ് ആയതുകൊണ്ട്, ബിൽറ്റ് എന്ന് പറയാൻ പറ്റില്ല, സാരി വിത്ത് ബ്ലൗസിൻ്റെ സെമി ടസറിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ മെറ്റീരിയൽ വില അറിയില്ല. സാരിയുടെ കോസ്റ്റ് 2 താഴെയാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളായി അതൊക്കെ മറന്നുപോയി. അവളുടെ കടയിൽ നിന്ന് എടുത്തതാണ്. അവളുടെ ഷോപ്പ് ഇനാഗുറേഷൻ കഴിഞ്ഞ് പോയപ്പോൾ. അപ്പം ഇത് ലിനൻ കോട്ടൺ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ആ പ്രിന്റിനാണ് ഭംഗി കേട്ടോ. ശരിയാ, ആ ഒരു സെൽഫ് പ്രിന്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് വർക്കല്ല അല്ലേ? അത് വർക്കാണോ? വർക്കല്ല, എന്തോ ഒരു പ്രത്യേകത. പ്രിന്റ് ഇത് വർക്കാ, ബോർഡർ. ഇത് വർക്കല്ല, എന്തോ ഒരു സംഭവം. ബോർഡർ വർക്കാണെങ്കിൽ ഇതും വർക്ക് തന്നെയാ കേട്ടോ. എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്നാണെങ്കിലും നല്ലതാ. നോക്കൂട്ടോ, കണ്ടോ? ഇതാണ് വർക്കായിട്ടാ തോന്നിക്കണേ. എന്നാന്നറിയില്ല, എന്തായാലും നല്ല സാരിയാ. ഇതും കുറെ നാളുകളായതാട്ടോ, ബ്രാൻഡ് ന്യൂ ഒന്നും അല്ല. ഞാൻ ഉടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോകാറുണ്ട്. അന്നേരം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ഇവളുള്ള സമയമായിരിക്കുമല്ലോ ഇത് ഉടുത്ത് പോണത്. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ അധികം കാണാത്തത്. ഇനിയിപ്പോൾ നാളെ വല്ലതും വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ അടി വാഷ് ചെയ്യണം സോപ്പ് പൗഡർ ഇട്ട്, എന്നിട്ട് അത് വൃത്തിയാക്കി എടുക്കണം. ചെളി അങ്ങനെ പിടിച്ചിരുന്നാൽ കൊള്ളൂല്ലേ സാരിയിൽ, അതെനിക്കിഷ്ടമല്ല അങ്ങനെ പിടിച്ചിരിക്കണം. ഇത് റാക്കിൽ തൂക്കി ഇട്ടേക്കാം. അപ്പം ഇതാണ് ബ്ലൗസിനെ പറ്റിയുള്ള ഇത് കേട്ടോ. ഈ സാരിയൊക്കെ സൂക്ഷിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. സാരി സൂക്ഷിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സാരി ഉടുത്ത് കഴിഞ്ഞാൽ അയലിട്ട്, പുറത്ത് അയലിട്ട്, മഴക്കാലത്ത് പുറത്ത് അയലിടാൻ പറ്റില്ല. ടെറസിൻ്റെ മുകളിൽ അയ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇട്ട് വേർപ്പ് കളയും. വേർപ്പ് കളഞ്ഞിട്ട് നന്നായിട്ട് വേർപ്പ് പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ മടക്കി ഷെൽഫിൻ്റെ ഒരു തട്ടിൽ ഇങ്ങനെ വെച്ചേക്കും. പിന്നെ കുറേ സാരികൾ ഇങ്ങനെ ഉടുത്ത് കൂട്ടിക്കഴിയുമ്പോൾ അത് ഒന്നിച്ച് തേക്കും. തേച്ച് കഴിയുമ്പോൾ ഒതുങ്ങിക്കോളുമല്ലോ ഷെൽഫിൽ കയറാൻ. അടുക്കി വെക്കും. അത്രേ ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് സൂക്ഷ്മതയെന്ന് പറയാനൊന്നുമില്ല. പിന്നെ സാരി യൂസ് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിക്കും. ഈ അടിയിൽ മുട്ടിച്ചാണ് ഞാൻ സാരി ഉടുക്കുന്നത്. അതുകൊണ്ടാണ് അടിയിൽ ചെളി പറ്റണം. അപ്പോൾ അടിയിൽ ചെളി പറ്റണ ഭാഗം ഞാൻ കുറേ ഉടുത്ത് കഴിയുമ്പോൾ അതിൽ ചെളി കൂടുതൽ ഇതായി കഴിയുമ്പോൾ ഫോളും ആ ഭാഗവും ഒന്ന് വാഷ് ചെയ്യും സോപ്പ് പൗഡർ ഇട്ട്. കൂടുതൽ ചെളിയുണ്ടെങ്കിൽ സോപ്പ് കൊണ്ട് തന്നെ വാഷ് ചെയ്ത് ആ ഭാഗം ക്ലീനായിട്ട് ഉണക്കിയിട്ട് അത് നീറ്റായിട്ട് തേക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാഞ്ചീപുരം സാരികളൊക്കെ പ്രത്യേകിച്ചൊന്നും സൂക്ഷിക്കാനില്ല. അത് ഇടയ്ക്കിടയ്ക്ക് കാഞ്ചീപുരം സാരികളൊക്കെ പട്ട് പോലെയുള്ള സാരികളൊക്കെ വെയിലത്തിട്ടൊന്നും മറിച്ചിങ്ങനെ തിരിച്ച് മറിച്ചിടണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൊടിഞ്ഞ് നുറുങ്ങിപ്പോരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ അതിനു വേണ്ടി അങ്ങനെ എഫേർട്ട് എടുക്കാറില്ല. പിന്നെ സാരി ഉടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാറുണ്ട്. മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ ഞാനിങ്ങനെ തുമ്പ് പൊക്കി പിടിക്കും നടക്കുമ്പോൾ. ഈ ചേറ് കൂടുതലുള്ളിടത്ത്, വെള്ളവും ചെളിയുള്ളിടത്ത്. അപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ചവിട്ടിനടുത്തൊക്കെ ഇതുണ്ടാവില്ല, അപ്പം ഇങ്ങനെ പൊക്കി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചെളിയുണ്ടെങ്കിൽ സാരി പൊക്കി പിടിക്കും. പക്ഷെ ഈ സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാ. ക്യാമറയിലൊക്കെ നന്നായിട്ട് അത് ക്യാച്ച് ചെയ്ത് നല്ല സാരി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു, ഈ സാരിയെ കുറിച്ച്, ബ്ലൗസിനെ കുറിച്ചൊക്കെ. അപ്പം ഈ ചോദിച്ചവർക്ക് വേണ്ടിയും പിന്നെ ചോദിക്കാത്തവർക്ക് വേണ്ടിയും എല്ലാമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത് കേട്ടോ. ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ചോദിച്ചവർ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് കാണും. അപ്പം കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മറന്നുപോയി. എന്നാണെങ്കിലും 2 താഴെ ആ സാരിയുടെ വില. ഇത് 3 താഴെയാണ്. പിങ്ക് സാരിക്ക് 3 താഴെയാണ്. സെമി ടസർ എന്ന് പറഞ്ഞത് ഈ സാരിക്ക് 2 താഴെ 1500 അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണത്. അതാണ് തോന്നുന്നത്. പിങ്ക് അമ്മയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ പിങ്ക് അത് എടുക്കാറില്ല. കാരണം ഒരുപാട് പിങ്ക് സാരി അമ്മയ്ക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കളറിനോട് താല്പര്യമില്ല. എനിക്ക് പിങ്കും ഓറഞ്ച് ഷെയ്ഡും അതാണ് എനിക്ക്. പിന്നെ ലാവൻഡർ എനിക്ക് ഇഷ്ടം. ആ 3 ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പഠിക്കുന്ന കാലത്തും കോട്ടൺ സാരികൾ ഞാൻ പിങ്ക് ഷെയ്ഡ് ഉടുക്കും, ലാവൻഡർ ഷെയ്ഡ് ഉടുക്കും, പിന്നെ ഓറഞ്ച് ഷെയ്ഡ് ഉടുക്കും. ഓറഞ്ച് മീൻസ് ബ്രിക്ക് റെഡ്, എൻ്റെ വിരിപ്പാവിൻ്റെ കളറ്. ആ കളറ് സാരികൾ ഞാൻ യൂസ് ചെയ്യും. അത് പലർക്കും കാണുമ്പോൾ ചിലപ്പോൾ അരോചകമായിട്ടൊക്കെ തോന്നുമായിരിക്കും, ഈ ഉള്ള കളറുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ എനിക്ക് ചെയ്യേണ്ടത്. അതെ. അപ്പം നിങ്ങൾക്ക് പ്രേക്ഷകരായ നിങ്ങൾക്കിപ്പോൾ ഏത് കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. പല ഡിഫറെൻറ്റ് കളർ ഉടുക്കുമെങ്കിലും ഒരു ഹൗസ് കോട്ടിൻ്റെ അവിടെ ചെന്ന് കടയിൽ ചെന്ന് മെറ്റീരിയൽ നോക്കുമ്പോഴും കയറി പിടിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ലാവൻഡറൊക്കെ കുറവാട്ടോ. ലാവൻഡർ സാരികളുണ്ട്. അടുക്കളയിലെ സ്പോഞ്ച് വരെ അമ്മയ്ക്ക് പിങ്കുണ്ട്.
അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസിലെ പൂ വരെ പിങ്ക. അത് ശാന്ത ഗിഫ്റ്റ് തന്നല്ലേ പിങ്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞോണ്ടായിരിക്കും. അതെ അതെ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ വ്യക്തികൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വേഷങ്ങളൊക്കെ നമ്മളിട്ട് അത്യാവശ്യം ഇത് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പിങ്ക് തന്നെ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും, ശരി തന്നെ, വേറെ കളർ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ടാവും. അറിയില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് ഞാനത് ചെയ്യണു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സന്തോഷമായോ? ഓക്കെ.